ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു കഞ്ഞി ആയിട്ടാണ്. നമുക്കിന്ന് പയർ കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കഞ്ഞി വേറെയും പയർ തോരൻ വേറെയും അങ്ങനെയല്ല, പയറും അരിയും കൂടെ ഒന്നിച്ചിട്ടിട്ട് എങ്ങനെ പയർ കഞ്ഞി തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇതിനു വേണ്ട ചേരുവകൾ: അരി 1/2 കപ്പ്, ചെറുപയർ 1/4 കപ്പ്, വെള്ളം 4 കപ്പ്, തേങ്ങ 1/2 കപ്പ്, പച്ചമുളക് 1 എണ്ണം, ചെറിയ ഉള്ളി 2 എണ്ണം, വെളുത്തുള്ളി 2 എണ്ണം, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മട്ടയരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. മട്ടയരിക്ക് പകരം വേറെ അരി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ചെറുപയർ ചേർത്ത് കൊടുക്കുക. ഈ ചെറുപയർ ഞാൻ 6 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അരിയും പയറും കൂടി ഒരുമിച്ച് വേവിച്ചെടുക്കുന്നതുകൊണ്ട് അത് നേരത്തെ വെള്ളത്തിൽ കുതിരാൻ ഇട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് സമയം കിട്ടിയില്ലെങ്കിൽ 1/2 മണിക്കൂർ മുന്നേ ചൂടുവെള്ളത്തിൽ പയറിട്ട് വയ്ക്കുക. ഇനി ഇതിലോട്ട് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ അരിയും ചെറുപയർ ഏത് കപ്പിലാണോ എടുത്തത് ആ കപ്പിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. വിസിലിൻ്റെ എണ്ണം നമ്മുടെ കുക്കറിനനുസരിച്ചിട്ട് മാറ്റം വരും. അത് നമ്മൾ ചോറ് വേവിക്കുമ്പോൾ അറിയാമല്ലോ എത്ര വിസിൽ വേണമെന്ന്. അതിനേക്കാളും 1-2 വിസിൽ കൂടുതൽ വേണ്ടി വരും. ഇനി അത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് അരപ്പരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയും 1 മുളകും 2 ചെറിയ ഉള്ളി അരിഞ്ഞതും 2 വെളുത്തുള്ളി അരിഞ്ഞതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക. ഇനി ഇത് കൂട്ടുകറിക്കൊക്കെ അരച്ചെടുക്കുന്ന പോലെ ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ആവി പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അരിയൊക്കെ വെന്തോന്ന്. വെന്തില്ലെങ്കിൽ കുറച്ചും കൂടി വേവിക്കുക. ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇത്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്നും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 1-2 ടീസ്പൂൺ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അത് ചേർക്കുമ്പോൾ കഞ്ഞിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ കഞ്ഞിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അസുഖമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ സെപ്പറേറ്റ് കഞ്ഞിയും കറിയൊക്കെ വയ്ക്കുന്നതിനേക്കാൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കഞ്ഞി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ പയർ കഞ്ഞി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.